ഇവിടെ കോമഡി സ്കിറ്റായി അവതരിപ്പിക്കുന്നത് വാദി പ്രതിയായി എന്നുള്ള ഒരു ഇതാണ്. സാധാരണ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നടക്കാറുള്ള സംഭവങ്ങളെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്തെങ്കിലും കേസുകളിൽ പ്രതിയെയും തപ്പി നടന്ന് അത് കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന പ്രതിയെ കൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്ന് ഇടിച്ച് നിർബന്ധിച്ച് വഴങ്ങിപ്പിച്ച് ആ കേസിനെ അവൻ്റെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കുക എന്നതാണ് സാധാരണ പോലീസുകാരുടെ പതിവ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കയ്യിൽ കിട്ടിയ ഒരാളുടെ തലയ്ക്ക് ഈ കേസിനെ ഏൽപ്പിച്ച് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഈ സ്കിറ്റിലൂടെ കാണാം. കോമഡി സ്കിറ്റ് വാദി പ്രതിയായി. സിനിമ കഴിഞ്ഞ് പോകണം, അവനെ പിടിച്ച് കേസ് നമുക്ക് അവന്റെ തലയിൽ വെക്കാം. മറ്റേ നയം ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. സമയങ്ങളായിട്ട് ഇങ്ങോട്ട് കേട്ടോ. ഞാൻ ഇപ്പൊ വിളിച്ചോട്ടെ സാറേ. കേട്ടോ എന്റെ കയ്യൊക്കെ തരിച്ചിട്ട് ഏത് കാലം വെച്ചാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന പോലീസ് സ്റ്റേഷൻ മുടിപ്പിക്കാൻ വന്നേക്കാടാ പോലീസ് സ്റ്റേഷൻ. അതാണ് യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. നീ അല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലേ? അല്ലടാ. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമടാ? ഞാനാരാണെന്ന് അറിയാൻ പാടില്ല. എടാ മിന്നൽ പ്രഭാകരൻ എന്ന് കേട്ടാൽ ഈ സ്റ്റേഷൻ നിർത്തി ഞാൻ കിടക്കിക്കോളാം കിട്ടാന്ന് പറക്കും. എന്താണ് നിന്റെ പേര്? എന്റെ പേരോ ഇടിവെട്ട് പരമോ. മരമോ എന്തോ മോനല്ലേ പെൺകുട്ടിയെ പീഡിപ്പിച്ച? സാറേ മര്യാദ സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ നീയല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലേ? ഇവന്റെ ഫുൾ അഡ്രസ് എഴുതിയെടുക്ക്. ഓക്കെ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ധൃതരാഷ്ട്ര. എന്താണ് എടുത്ത തെറ്റിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞ കേട്ടിട്ട് എന്നതാണ് നിന്റെ അച്ഛന്റെ പേര്? ധൃതരാഷ്ട്ര. അങ്ങനെ തെളിച്ചു പറ. ഇപ്പോഴല്ലേ മനസ്സിലായി. കറക്റ്റായിട്ട് എടുത്തോ. നോക്കട്ടെ. നീ പോലീസുകാരന് പണി ഉണ്ടാക്കും. എഴുതടോ. അച്ഛൻ. അത് മതി സാർ. പേര് വേണ്ട. നിന്റെ ചേട്ടന്റെ പേരെന്താടാ? ചേട്ടന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ. അത് എളുപ്പമുള്ളതാ. കറക്റ്റായിട്ട് കല്ല് വെച്ചെറിഞ്ഞതല്ലടാ. പിന്നെ നിന്റെ ഒടുക്കത്തെ പേര് പറഞ്ഞ എന്റെ അണപ്പല്ല് തെറിച്ചു കൊണ്ടതാ. നീ പോലീസുകാരന് പണി ഉണ്ടാക്കും. നിന്റെ ചേട്ടന്റെ പേര് ഒന്നില്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ സണ്ണി. നിന്റെ അമ്മയുടെ പേരെന്താടാ? അമ്മയുടെ പേര് നിനക്ക് അമ്മയില്ല. എന്റെ അടുത്ത പല്ല് തെറിക്കും. യു ഹാവ് നോ മദർ ഇൻ ദ സിറ്റി ഓഫ് അമേരിക്ക, USA, കാനഡ. ഓക്കെ. നിനക്ക് അമ്മയില്ല. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച. സിനിമ 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ ഏറ്റു പറഞ്ഞാൽ നിന്നെ ഈ കേസിൽ ഞാൻ വിട്ടയക്കാം. സാറ് പറയും പോലെ ഏറ്റു പറഞ്ഞ വിട്ടയക്കോ? ഞാൻ ഈ പറയും പോലെ നീ പറഞ്ഞാ പറയാം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങോട്ട് മാറില്ലടാ. ഇങ്ങോട്ട് മാറാ. ശവം കുളിക്കൂല. എന്തിനു കഴിപ്പ? എന്റെ ദൈവമേ, എന്തോരം സോപ്പറങ്ങോട്ട് ഒന്ന് കുളിച്ചിട്ട് വരാൻ പാടില്ലടോ. എടാ മോനെ, നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. എടാ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ കോടതിയിലേക്ക് പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി വിട്ടേക്കാം. സാറ് പറയുമ്പോൾ കോടതിയിലേക്ക് പറഞ്ഞ സാപ്പ് മാക്ഷി നാക്കും പഠിക്കില്ല. സാക്ഷിയാക്കി വിടുവോ? വിടാ. പറയാം. നീ ശ്രദ്ധിച്ചു. ഞാൻ 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു വിളിച്ചു കഴിയട്ടാ. നിനക്ക് പഴംപൊരി ഞാൻ മേടിച്ചു തരുവാ. നീ ശ്രദ്ധിച്ചു കേട്ടോ. സമയം രാത്രി 12 മണി. ഞാൻ 1 മണിക്ക് വരെ സമയം രാത്രി 12 മണി. ഏത് പാർട്ടിയുടെ വാൾ പോസ്റ്റാണ് നീ വലിച്ചൊട്ടിക്കണം? ഏത് പാർട്ടിക്കാരന്റെ വാൾ പോസ്റ്റാണ് നീ വലിച്ചൊട്ടിക്കണം? നീ ആക്ഷൻ കാണിക്കണ്ട, പറഞ്ഞാൽ മതി കേട്ടാ. സമയം രാത്രി 12 മണി. സമയം രാത്രി 12 മണി. സിനിമ കഴിഞ്ഞ് വരികയായിരുന്നു. ഞാൻ സിനിമയ്ക്ക് പോയില്ല. ഞാൻ സിനിമ കഴിഞ്ഞ് വന്നു. അതാ ഒരു കൂട്ടം
മതി. കൂട്ടമല്ലടാ, കൂറ്റൻ കൂറ്റൻ കൂറ്റൻ. ആ കൂറ്റൻ മതി. അതാ ഒരു കൂറ്റൻ മതി. ഉള്ളിൽ പരിഭ്രമം മൂത്തു. ഉള്ളിൽ പരിപ്പുവട മൂത്ത്. പരിപ്പോടമൊക്കെ നീ എന്താടാ പാമോയിലാടാ? ഇങ്ങോട്ട് മാറാ, എന്നെ വലിച്ചോണ്ട് പോലെ എടാ പരിഭ്രമം മൂത്ത് പറയടാ. ഉള്ളിൽ പരിപ്പിച്ചും. നിനക്ക് ആ ബായാണ് പ്രശ്നം, ഞാൻ പറഞ്ഞുതരാം. ചാള എന്നുള്ളതിന്റെ ബാ, ചാളയുടെ ബാ കറക്റ്റ്. എടാ പാല് എന്ന് പറയില്ലേ, പാല്. അതിന്റെ ഭാ. പറയടാ. എന്റെ ഉള്ളിൽ പരിപ്പിച്ചും മൂത്തു. അത് മതി. വലിയ മതിൽ ചാടിക്കടന്നു. ജയിച്ചില്ലേ? എന്റെ കാലൊടിയും. വലിയ മതിൽ ഊർന്നിറങ്ങി. മതി. വരാന്തയിലേക്ക് മുട്ടുകുത്തി നീങ്ങി. നടന്നു പോ സാറേ. മുട്ടുകുത്തി പോടാ. മുട്ടൂത്തി പോടാ. പോയി. പോയി. ഇറയത്ത് ഒരു പൊതി കണ്ടു. ഒരു കൊതി കണ്ടു. ഒറ്റ കൊതിയാമച്ചാണ്. പൊതി കാണടാ, പൊതി. പൊതി. ആ ഒറ്റ അടിയും തരും. അടിച്ച് കൊല്ലാൻ. ഒരു പൊതി കണ്ടു. തുറന്നു നോക്കി. തുറന്നു നോക്കി. 3/4 കിലോ തക്കാളി. തക്കാക്കിലെ മുക്കാളി. തെറ്റിച്ച് കൊല്ലി ഞാൻ. എടാ 3/4 കിലോ തക്കാളി. തക്കാക്കിലെ മുക്കാളി. എടാ വൃത്തികെട്ടവനെ ഞാൻ പറയണ ശ്രദ്ധിച്ചിട്ട് നീ പറ. 3/4 കിലോ തക്കാളി. തക്കാക്കിലോ മുക്കാളി. എടാ തക്കാക്കിലോ മുക്കാളി. മുക്കാക്കിലോ തക്കാളി. തക്കാളി മൈൻഡ് ചെയ്യാതെ നീ അപ്പുറത്തേക്ക് പോയി. തക്കാളി തിന്നണ്ടേ? തക്കാളി ഇന്ന കൊന്നുകളി ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് അന്നേ വിലക്ക് വാങ്ങിയ തക്കാളിയാണ്. വാതിലിന്റെ സമീപത്തേക്ക് നടന്നു. അതിന്റെ സമയം നടന്നു. വാതിൽ കണ്ടു. വാതിൽ കണ്ടു. നിനക്കാക്രാന്തം മൂത്തു. എനിക്കാർക്കാണ്ട് മൂത്തു. ആർക്കാണ് മൂത്തേക്കണ? എന്നെ വലിക്കല്ലടാ. ആക്രാന്തം മൂത്ത് പറയടാ. എനിക്കാർക്കാണ്ട മൂത്രം. മൂത്രോ? നിന്നെ ഞാൻ മൂത്രം കുടിപ്പിക്കും. മാറാ. എടാ നിനക്ക് ആ ക്രായാണ് പ്രശ്നം. അതെ. ഭൂമി എന്നുള്ളതിന്റെ ക്ര. ഭൂമിയുടെ എവിടെയൊക്കെ ഭൂമിയുടെ ക്ര. ഡാ, തവള തവളാന്ന് കേട്ടണ്ട, ആ തവളയുടെ ക്ര. പറയടാ. ഉണ്ട്. എനിക്ക് ആ സാധനം മൂത്തു. വാതിൽ തള്ളി തുറന്നു. വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കിടന്നു. അകത്തേക്ക് കടന്നു. ഒരു മുറി കണ്ടു. ഒരു മുറി കണ്ടു. വീണ്ടും നിനക്ക് ആക്രാന്തം മൂത്തു. അയ്യോ, വീണ്ടും എനിക്ക് ആ സാധനം മൂത്തു. മുറിയുടെ വലത് ഭാഗത്തേക്ക് നടന്നു. മുറിയുടെ അടുത്ത ഭാഗം നടന്നു. ഒരു വനിത കിടക്കുന്നു. ആര് കിടക്കുന്നു? ഒരു വനിത കിടക്കുന്നു. നീ എന്ത് ചെയ്യും? ഞാൻ പതിയെ പുറകോട്ട് പോയിട്ട് വെരി ഗുഡ്. ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് എന്റെ 2 കൈ കൊണ്ട് വനിത ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഓക്കെ. മറിച്ച് എന്റെ പാചകരംഗം വായി. എടാ പീഡന കേസിലകപ്പെട്ട പെൺകുട്ടി കിടക്കുന്നു. നീ എന്ത് ചെയ്യണം? അയ്യോ, അതവിടെയും കിടക്കട്ടെ സാറേ. എന്റെ ഫ്ലൈങ് സ്ക്വാഡ് മുത്തപ്പ, നിനക്ക് 3ാമതും ആക്രാന്തം മൂത്തു. എന്തിനാ സാറേ ഈ സാധനം ഇങ്ങനെ ഇട്ട് മൂപ്പിക്കണത്? ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഞാനാണ്. ആഹാ, സാറായിരുന്ന. എന്നിട്ടാണ്